ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. I+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് ലോ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1060/2025 കോപ്പറേറ്റീവ് ലോയുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആണ്. ഓൾറെഡി നമ്മളൊരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: Rule 83 of the KCS rules 1969 specified about. ഇപ്പൊ റൂള് 83 അല്ലെ, റൂള് 83 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻ എ പറയുന്നു ഡെലിവറി ഓഫ് പൊസഷൻ, ഓപ്ഷൻ ബി പറയുന്നു സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി പ്രപ്പോർഷണൽ ടു ദ എമൗണ്ട് ഡ്യൂ, ഓപ്ഷൻ സിയിൽ പറയുന്നു ആപ്ലിക്കേഷൻ അല്ലെ, ആപ്ലിക്കേഷൻ ടു സെറ്റ് അസൈഡ് സെയിൽ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് അല്ലെ, ഓൺ ദി ഗ്രൗണ്ട് ഓഫ് ഇറഗുലാരിറ്റി or fraud. ഓപ്ഷൻ ഡിയിൽ പറയുന്നു ആപ്ലിക്കേഷൻ ടു സെറ്റ് അസൈഡ് സെയിൽ ഓൺ ഡെപ്പോസിറ്റ്. നല്ല ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, കാരണം റൂളിൽ നിന്ന് അധികമാരും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത് അല്ലെ. ഇപ്പൊ ഏതാണ് അതിന്റെ ആൻസർ വരിക? നമ്മൾ വളരെ വിശദമായിട്ട് റൂൾ പഠിക്കണം കേട്ടോ. ക്രമക്കേടിന്റെയോ ചതിയുടെയോ ഒക്കെ സാഹചര്യത്തിൽ വിൽപ്പന അസ്ഥിരപ്പെടുത്തുക എന്ന് പറഞ്ഞ രീതിയിലാണ് പറയുന്നത്. അപ്പം ഏതാണ് വരിക? ആപ്ലിക്കേഷൻ ടു സെറ്റ് അസൈഡ് സെയിൽ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഇറഗുലാരിറ്റി ഓർ ഫ്രോഡ്. വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് പോകണം എന്താണ് പറയുന്നതെന്ന്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ആണ്, നമ്മുടെ ആപ്പിൽ ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ വളരെ വിശദമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ റാങ്ക് ഓഫ് ഓഫീസേഴ്സ് ടു ബി അപ്പോയിന്റഡ് ഫോർ ദ ഇലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ ബി ഡിസൈഡഡ് ബൈ ദ ഡാഷ് ഇൻ കൺസൾട്ടേഷൻ വിത്ത്. ഓപ്ഷൻ എയിൽ പറയുന്നു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഗവൺമെന്റ്, ഓപ്ഷൻ ബിയിൽ പറയുന്നു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് രജിസ്ട്രാർ, ഓപ്ഷൻ സി പറഞ്ഞു രജിസ്ട്രാർ ഗവൺമെന്റ്, ഓപ്ഷൻ ഡി പറഞ്ഞു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ രജിസ്ട്രാർ. അപ്പൊ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ? റാങ്ക് ഓഫ് ഓഫീസേഴ്സ് ടു ബി അപ്പോയിന്റഡ് ഫോർ ദ ഇലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പൊ സംസ്ഥാന സഹകരണ യൂണിയന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെ ആരാണ്? അതായത് ആ അപ്പോയിന്റ് ചെയ്യേണ്ട ഓഫീസേഴ്സിന്റെ റാങ്ക് എന്താണെന്ന് നിശ്ചയിക്കുന്നത് ആരാണ് അല്ലെ, ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? അത് ആരുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷമായിരിക്കും ഡിസൈഡ് ചെയ്യുക. റാങ്ക് ഓഫ് ഓഫീസേഴ്സ് ഇലക്ഷൻ, മാനേജിംഗ് കമ്മിറ്റി ഇലക്ഷൻ ആരുടെ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ. സംസ്ഥാന സഹകരണ യൂണിയന്റെ മാനേജിംഗ് കമ്മിറ്റി ഇലക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള ചില ഓഫീസേഴ്സ് ഉണ്ട്. അവരുടെ യോഗ്യത റാങ്ക് എന്താണെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ആരുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷമാണ് തീരുമാനിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പറഞ്ഞു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ആ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് ഗവൺമെന്റുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം. ഓപ്ഷൻ ബിയിൽ പറയുന്നു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ തന്നെ ഡിസൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ മാനേജിംഗ് കമ്മിറ്റി ഇലക്ഷന്റെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ മാനേജിംഗ് കമ്മിറ്റി ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓഫീസേഴ്സിന്റെ റാങ്ക് ഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം. ഓപ്ഷൻ സിയിൽ പറയുന്നതുകൊണ്ട് രജിസ്ട്രാർ ആണ് തീരുമാനിക്കുന്നത് ഗവൺമെന്റുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം. ഓപ്ഷൻ ഡിയിൽ പറയുന്നു സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നു രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്ത ശേഷം. ആരാണ് അത് തീരുമാനിക്കുന്നത്? ആ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഗവൺമെന്റുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷമായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഡീൽ ചെയ്യുന്ന സെക്ഷൻ 89 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. സെക്ഷൻ 89 ആണ് അല്ലെ. അപ്പൊ ആരാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ചോദിച്ചാൽ ഓർത്ത് വെച്ചാൽ ഗവൺമെന്റ് ആണ്. നമുക്കത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ദ ഗവൺമെന്റ് ഷാൾ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് എസ്റ്റാബ്ലിഷ് എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. പിന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ബോഡിയും ഉണ്ട്. ഓക്കെ, പൊതുയോഗം ജനറൽ ബോഡിയും ഉണ്ട്. അതോടൊപ്പം തന്നെ മാനേജിംഗ് കമ്മിറ്റിയും ഉണ്ട് കേട്ടോ. മാനേജിംഗ് കമ്മിറ്റി ഉണ്ട്. എന്നാൽ CCUവിന് ജനറൽ ബോഡി ഇല്ല. അത് CCUവിനെ കുറിച്ച് എന്താണ് പറയുന്നത്, പ്രതിപാദിക്കുന്നത് 88 അവർക്ക് എന്താണ് MC മാനേജിംഗ് കമ്മിറ്റി മാത്രമേ ഉള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതും വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സിലാണ് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് സെക്ഷൻ 90 ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. സെക്ഷൻ 90 ഒന്ന് മനസ്സിലാക്കണം. അഫിലിയേഷൻ ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഇപ്പൊ എല്ലാ സംഘങ്ങളുടെയും രജിസ്ട്രേഷൻ കഴിഞ്ഞല്ലേ പറയുന്നുണ്ട്. എന്താ പറയുക? വിതിൻ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. എല്ലാ സംഘവും രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനകമായിട്ട് സംസ്ഥാന സഹകരണ യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം എന്ന് ഓർത്ത് വെച്ചേക്കുക. അത് ചോദിക്കുന്നുണ്ട് കേട്ടോ.
എല്ലാ സംഘങ്ങളും രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനകമായിട്ട് സംസ്ഥാന സഹകരണ യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം എന്നോർത്ത് വെച്ചേക്കുക. പിന്നെ ഒരു തവണ അഫിലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് അല്ല, ഒറ്റ വർഷത്തെ വാലിഡിറ്റിയെ ഒരു അഫിലിയേഷൻ ഉള്ളൂ. ഒരു വർഷം നമ്മൾ ഒരു സംഘം രൂപീകരിച്ച് 6 മാസത്തിനകമായിട്ട്, നമുക്കറിയാം കേരളത്തിലെ എല്ലാ സംഘങ്ങളും രൂപീകരിച്ച് 6 മാസത്തിനകമായിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ പുതിയ സംഘം രൂപീകരിച്ചെന്ന് വിചാരിക്കുക, 6 മാസത്തിനകമായിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് നമ്മൾ അഫിലിയേറ്റ് ചെയ്ത് വിചാരിക്കുക. ഒറ്റ വർഷമായിരിക്കും അതിന്റെ വാലിഡിറ്റി. അങ്ങനെ ഓരോ വർഷം ചെല്ലും തോറും നമ്മളത് എന്ത് ചെയ്യണം, പുതുക്കണം, റിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. റിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിവിലേജ് നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്ക് പ്രിവിലേജ് നമ്മുടെ ആക്ടിലെ ചാപ്റ്റർ 5 പ്രകാരമുള്ള പ്രിവിലേജസ് നമുക്ക് ലഭിക്കുകയില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചേക്കുക, നമ്മൾ എന്താണ് അഫിലിയേറ്റ് ചെയ്യണം. അഫിലിയേറ്റ് ചെയ്തതിനു ശേഷം ഓരോ വർഷം കൂടുന്തോറും റിന്യൂ ചെയ്യണം. അഫിലിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്തതിനു ശേഷം റിന്യൂ ചെയ്യാനോ നമ്മൾ മറക്കുകയാണെങ്കിൽ, നമ്മൾ അഫിലിയേറ്റ് ചെയ്തു പക്ഷെ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ റിന്യൂ ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ അഫിലിയേറ്റ് ചെയ്തില്ലെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിവിലേജ്, സംഘത്തിനുള്ള ചില പ്രിവിലേജസ് നഷ്ടപ്പെടും എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ എന്താണ്, നമുക്ക് അഫിലിയേഷൻ ഫീ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. അത് നമ്മുടെ ചട്ടത്തിലാണ് വളരെ വിശദമായിട്ട് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഒക്കെ എന്താണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്യേണ്ട ആ ഒരു അഫിലിയേഷൻ ഫീസിനെ കുറിച്ചൊക്കെ ചട്ടങ്ങളിൽ പറയുന്നുണ്ട്. സെക്ഷൻ 91 പറയുന്നുണ്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ഫങ്ഷൻസ് എന്താണെന്ന് സെക്ഷൻ 91 പറയുന്നത്. 90 എന്ന് പറഞ്ഞാൽ അഫിലിയേഷൻ ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് കേട്ടോ. അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാം. പിന്നെ ഇവിടെ നമുക്ക് പഠിക്കാം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ചോദ്യം നമുക്ക് സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ, ചോദിക്കുന്നുണ്ട്. കാരണം അതും വളരെ പ്രധാനപ്പെട്ടാണ്. എന്തുകൊണ്ടാണ്, അവിടെ അമെൻമെന്റ് വന്നിട്ടുണ്ട്. ഈ അമെൻമെന്റ് വന്ന പാർട്ടിൽ നിന്നാണ് ഈ പരീക്ഷയ്ക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് അമെൻമെന്റ്സുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. അമെൻമെന്റ്സുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകണം. അപ്പം നമുക്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 28B ആണ് കേട്ടോ. സെക്ഷൻ 28B സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇപ്പൊ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ അതും ഗവൺമെന്റ് തന്നെയാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും ഗവൺമെന്റ് ആണ് കേട്ടോ. അതായത് ഇലക്ഷൻ നടത്തുക, മാനേജിംഗ് കമ്മിറ്റിയുടെ, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ, പ്രസിഡന്റിന്റെ, വൈസ് പ്രസിഡന്റിന്റെ ഒക്കെ ഇലക്ഷൻ നടത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇലക്ഷൻ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന്റെ ധർമ്മം എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ചോദിക്കുന്നുണ്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഓർക്കുക, നോട്ട് മോർ ദാൻ 3. 3 എന്നല്ല, 3-ൽ അധികരിക്കാതെ, നോട്ട് മോർ ദാൻ 3. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ്. 3-ൽ അധികരിക്കാത്ത അംഗങ്ങളായിരിക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത്. അതിലെ ഒരാൾ, ഈ 3-ൽ അധികരിക്കാത്ത അംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിലെ ഒരാൾ ആരായിരിക്കും ഓർത്ത് വെച്ചേക്ക്, ഒരാൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ യോഗ്യത പറയുന്നുണ്ട് എന്നാണ്, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ് ലോ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ് ലോ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അദ്ദേഹത്തിന് യോഗ്യത. പിന്നെ ബാക്കിയുള്ളവർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണ്. അവരുടെ യോഗ്യത നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇവരുടെ കാലാവധി പറയുന്നുണ്ട് കേട്ടോ. കാലാവധിയും കൂടെ ഓർത്ത് വെച്ചേക്കുക. 5 വർഷമോ അല്ലെങ്കിൽ 62 വയസ്സോ ഇതിലേതാണോ ആദ്യം അതുവരെ ആയിരിക്കും ഇവരുടെ കാലാവധി എന്ന് ഓർത്ത് വെച്ചേക്കുക. 5 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് ഇതിലേതാണോ ആദ്യം അതായിരിക്കും, വിച്ചെവർ ഈസ് ഏർലിയർ, ഏതാണോ വരുന്നത് അതായിരിക്കും ഇവരുടെ കാലാവധി എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ ഓർത്ത് വെച്ചേക്കുക, ഈ മാനേജിംഗ് കമ്മിറ്റി, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ മാനേജിംഗ് കമ്മിറ്റി ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഓഫീസേഴ്സിന്റെ റാങ്ക് തീരുമാനിക്കുന്ന ആരാണ്? അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഗവൺമെന്റുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷമായിരിക്കും ആ റാങ്ക് തീരുമാനിക്കുക എന്നും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ലേഡി, നല്ല ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ്, ഒരു സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക, അതാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുക. ആരാണ് ഒരു വൈൻഡിങ് അപ്പിന്റെ ഓർഡർ ഇടുന്നത്? ആരാണ്? സെക്ഷൻ 71 പ്രകാരം ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ അല്ലെ, സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക, വൈൻഡിങ് അപ്പ് ഓർഡർ ഇടുന്ന ആരാന്ന് ചോദിച്ചാൽ അത് RCS ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. RCS ആണ് ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ ഇടുക. പിന്നീട് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. അദ്ദേഹമായിരിക്കും ആ വൈൻഡിങ് അപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓർഡർ ഇടുന്നത് RCS ആണെന്ന് ഓർത്ത് വെച്ചാൽ രജിസ്ട്രാറിന്റെ മാത്രം ഒരു അധികാരമാണ്.
ഇവിടെ പറയുന്നത് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് വൈൻഡിംഗ് അപ്പ് പ്രൊസീഡിംഗ്സ് ഇഫ് എനി അൺഡിസ്ചാർജ്ഡ് ലയബിലിറ്റി റിമെയിൻസ് ദാറ്റ് എമൗണ്ട് മേ ബി ഇൻവെസ്റ്റഡ് ഇൻ ദ ഫിനാൻസിംഗ് ബാങ്ക് ഫോർ ഡാഷ് ഇയേഴ്സ്. After that, if the amount remains unpaid, registrar shall on his own motion or on the application of liquidator pass an order to transfer that amount to the. അപ്പം ഈ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. എന്താണ് ലിക്വിഡേറ്ററിന്റെ ചുമതല? ഓക്കെ, ലിക്വിഡേറ്ററിന്റെ മനസ്സിലായി. ലിക്വിഡേറ്ററിന്റെ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ സംഘത്തിന് കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുക്കുക, സംഘം കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തീർക്കുക, സംഘത്തിന്റെ ബാധ്യതകളൊക്കെ കൊടുത്തു തീർക്കുക, സംഘത്തിന് കിട്ടാനുള്ള പൈസ എല്ലാം കൂടെ മേടിച്ചെടുക്കുക. ഇതാണ് ഒരു ലിക്വിഡേറ്ററിന്റെ ചുമതല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ പറയാണ് നമ്മൾ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സുകളൊക്കെ കഴിയുമ്പോൾ, അതായത് കിട്ടാനുള്ളതൊക്കെ മേടിക്കണം, കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തീർക്കണം. പക്ഷെ കുറച്ച് പൈസ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പൈസ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളുടെ ഒരു ഡെപ്പോസിറ്റ് കിടപ്പുണ്ടെന്ന് വിചാരിക്കും, 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ്. അപ്പൊ നമ്മൾ വൈൻഡിംഗ് അപ്പിന്റെ സമയത്ത് ഈ ഡെപ്പോസിറ്റ് തിരിച്ച് കൊടുക്കണമല്ലോ, കിട്ടാനുള്ളതെല്ലാം മേടിക്കണം, കൊടുക്കാനുള്ള ഡെപ്പോസിറ്റും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. പക്ഷെ ആ ആൾ എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഈ ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തി ഇപ്പോൾ എവിടെയാണ് നമുക്ക് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് പൈസ കൊടുക്കണമെന്നാണ് നിയമം. പക്ഷെ അതായത് നമുക്ക് എന്താണ് പറയുന്നത്, ഇഫ് എനി അൺഡിസ്ചാർജ് ലയബിലിറ്റി, കൊടുത്തു തീർക്കാത്ത ബാധ്യത 5 ലക്ഷം രൂപ പോലെ ഡെപ്പോസിറ്റ് ഉണ്ട്, നമുക്ക് ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ആ വ്യക്തി എവിടെ നമുക്ക് അറിയത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ആ പൈസ ഇങ്ങനെ കൊടുത്തു തീർക്കാനുള്ള പൈസകൾ അല്ലെ, കൊടുത്തു തീർക്കാനുള്ള പൈസകൾ, അതിന് നമ്മൾ അൺഡിസ്ചാർജ് ലയബിലിറ്റി എന്ന് പറയും. ഇത് നമ്മൾ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ആൾക്കാരെ കണ്ടിട്ടില്ല, അവരെ കൊടുക്കണം അല്ലെ. അപ്പൊ നമ്മളിത് അതുവരെ ഇത് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പറയുന്നത്, മേ ബി ഇൻവെസ്റ്റഡ് ഇൻ ദ ഫിനാൻസിംഗ് ബാങ്ക്. അപ്പൊ അത് സംഘത്തിന്റെ ധനസഹായ ബാങ്കിലേക്ക് അല്ലെങ്കിൽ ഫിനാൻസിംഗ് ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. അത് എത്ര വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ ആ ഒരു പാർട്ട് വരുന്നത്. പിന്നെ അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് ഇഫ് ദ എമൗണ്ട് റിമെയിൻസ് അൺപെയ്ഡ്, ആ ഇത്ര നാളുകൾക്ക് കഴിഞ്ഞിട്ട് വീണ്ടും അത് അൺപെയ്ഡ് ആകുകയാണെങ്കിൽ, അതായത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, രജിസ്ട്രാർ സ്വമേധയാലോ അല്ലെങ്കിൽ ലിക്വിഡേറ്ററിന്റെ അപേക്ഷയിന്മേൽ എന്താണ് ഒരു ഓർഡർ ഇട്ടുകൊണ്ട് ഈ ഫണ്ട് എങ്ങോട്ട് മാറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ ആദ്യം പറയുന്നത് നമ്മൾ 1 വർഷം വരെ സൂക്ഷിച്ചിട്ട് ഫിനാൻസിംഗ് ബാങ്കിൽ തന്നെ ഇടും. രണ്ടാമത് പറഞ്ഞത് 3 വർഷം വരെ സൂക്ഷിച്ചിട്ട് അത് ബാഡപ്റ്റ് റിസർവ് ഓഫ് ഫിനാൻസിംഗ് ബാങ്കിലേക്ക് മാറ്റും. ഓപ്ഷൻ സിയിൽ പറഞ്ഞ് 2 വർഷം സൂക്ഷിക്കും, എന്നിട്ട് കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് വക മാറ്റും. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് 3 വർഷം സൂക്ഷിക്കും, എന്നിട്ട് റിസർവ് ഫണ്ട് ഓഫ് ദ നിയറസ്റ്റ് ബാങ്കിലേക്ക് നമ്മൾ വക മാറ്റും അല്ലെ, ട്രാൻസ്ഫർ ചെയ്യും എന്നാണ് പറയുക. ഏതാണ് ആൻസർ വരിക? 2 വർഷം വരെ നമ്മൾ സൂക്ഷിക്കും കേട്ടോ. അതായത് ഈ പൈസ നമ്മുടെ ഫിനാൻസിംഗ് ബാങ്കിലേക്ക് 2 വർഷം വരെ ഡെപ്പോസിറ്റ് ചെയ്യും. 2 വർഷം വരെ ആയിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ 2 വർഷം വരെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിനാവുമായിട്ട് ഈ ആൾക്കാർ വരും, കൊടുക്കും അല്ലെ. അങ്ങനെയാണ് സാധാരണ. നമ്മൾ അവിടെ മാറ്റി വെക്കും, അവർ വരുമ്പോൾ കൊടുക്കണം. പക്ഷെ 2 വർഷമായിട്ട് ആൾക്കാർ വരുന്നില്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു 50 ലക്ഷം രൂപ അൺഡിസ്ചാർജ് ലയബിലിറ്റി ഒരു 10-15 പേരുടെ ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു, കൊടുക്കാൻ പറ്റിയില്ല. നമ്മൾ എന്ത് ചെയ്യും, ഫിനാൻസിംഗ് ബാങ്കിലേക്ക് 2 വർഷത്തേക്ക്. ഇപ്പൊ 2 വർഷം അവിടെ കുറെ പേരൊക്കെ വന്ന് ഒരു 10-35 രൂപ അല്ലെങ്കിൽ 40 ലക്ഷം രൂപ അവരുടെ പിൻവലിച്ചു പോയി. പിന്നെ ബാക്കി 10 കിടപ്പുണ്ട്. ഇത് ആരെയാന്ന് അറിയത്തില്ല, മീൻസ് ആളെ അറിയാം, ആള് വരുന്നില്ല, ആള് നമ്മുടെ സംഘത്തിൽ വന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്ന പൈസ നമ്മൾ എങ്ങോട്ട് മാറ്റും? പറയുന്നുണ്ട്, രജിസ്ട്രാർ സ്വമേധയായോ അല്ലെങ്കിൽ ലിക്വിഡേറ്ററിന്റെ അപേക്ഷയിന്മേലോ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇത് കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് വക മാറ്റും. 2 വർഷം വരെ ഫിനാൻസിംഗ് ബാങ്കിൽ സൂക്ഷിക്കും, എന്നിട്ടും വന്നില്ലെങ്കിൽ കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് നമ്മൾ വക മാറ്റും എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, കോമൺ ലിക്വിഡേഷൻ ഓർത്ത് വെച്ചേക്കുക, കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് വക മാറ്റും. നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ പൊതുവെ ആരും അങ്ങനെ എന്താണ് പറയുക, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ അത്ര പരിചിതമല്ല അല്ലേ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ അത്ര പരിചിതമല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത് പറയുന്നത് റൂൾ 69 റൂൾ 69 പ്രൊസീജിയേഴ്സ് ടു ബി അഡോപ്റ്റഡ് ബൈ ലിക്വിഡേറ്റർ. എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ലിക്വിഡേറ്റർ അഡോപ്റ്റ് ചെയ്യുന്നത് അതിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് വക മാറ്റും എന്ന് ഓർത്ത് വെച്ചേക്കുക. നല്ല ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? നല്ല ക്വസ്റ്റ്യൻ ആണ്, അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അടുത്തത് നല്ല ക്വസ്റ്റ്യൻ, പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, which of the following is not a reason for inquiry under section 65 of the KCS Act? ഇപ്പൊ KCS Act 1969 വകുപ്പ് 65 നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഇൻക്വയറിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എൻക്വയറി അല്ല, ഇൻക്വയറി. ഇപ്പൊ എന്താണ് ഇൻക്വയറിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ. എൻക്വയറിയും ഇൻക്വയറിയും തമ്മിൽ വ്യത്യാസമുണ്ട്.
എൻക്വയറി എന്ന് പറഞ്ഞാൽ ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ചോദിക്കണം, സാറേ ICU എവിടെയാണ്, അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ അവൈലബിൾ ആണോ എന്ന് നമ്മൾ അവിടെ റിസപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ അതിനെ എൻക്വയറി, ജസ്റ്റ് അന്വേഷണമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ ലേറ്റ് ആണോ അല്ലെങ്കിൽ ട്രെയിൻ അവൈലബിൾ ആണോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ എന്താണ് പറയുക, വലിയ റിസോർട്ടിൽ പോയിട്ട് എന്ന കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണ്. ജസ്റ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു. ഇതാണ് എൻക്വയറി. ഇനി ഇൻക്വയറി എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ സൂക്ഷ്മ പരിശോധന എന്ന് പറയാം. എന്തെന്ന് പറയാം മക്കളെ? സൂക്ഷ്മ പരിശോധന, ഇൻക്വയറി, സൂക്ഷ്മ പരിശോധന. നമുക്ക് മറ്റൊരു ഇതിനെ ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇൻക്വയറിയെ നമുക്ക് ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ എന്നും വിശേഷിപ്പിക്കാം. അപ്പം ഈ സെക്ഷൻ 65 എൻക്വയറി ബാങ്കിലൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് 65 എൻക്വയറി, സെക്ഷൻ 65 എൻക്വയറി എന്നാണ്. അപ്പൊ ഇൻക്വയറി നടത്തുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രജിസ്ട്രാർ അല്ലേ? ഇൻക്വയറി ഓഫീസർ രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ അധികാരപ്പെടുന്ന വ്യക്തിയോ വ്യക്തികളോ ആയിരിക്കും. രജിസ്ട്രാർ അധികാരപ്പെടുന്ന വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ ആയിരിക്കും സംഘത്തിൽ ഇൻക്വയറി നടത്തുന്നത് വിചാരിക്കുക. അപ്പൊ ഇൻക്വയറിക്ക് ചില ചുമ്മാ അങ്ങോട്ട് ചാടി കയറി നമുക്ക് ഇൻക്വയറി എങ്ങോട്ടൊന്നും ഇൻക്വയറി ഓർഡർ ഇടാൻ പറ്റത്തില്ല. അപ്പം അവിടെ പറയുന്നത്, താഴെ പറയുന്നതിൽ ഇൻക്വയറിക്ക് നോട്ട് എ റീസൺ, ഇൻക്വയറിക്ക് കാരണമല്ലാത്ത റീസൺ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഇൻക്വയറിക്ക് കാരണമാകുന്ന എന്തൊക്കെയാന്ന് മനസ്സിലാക്കിയ പോലെ അല്ലെ? ഇൻക്വയറിക്ക് ഫോർ എക്സാമ്പിൾ പറയാണ് എ റിപ്പോർട്ട് ഓഫ് ദി DCA. ഒരു DCAയുടെ റിപ്പോർട്ടിന്മേൽ ഇൻക്വയറി നടത്തുമെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നടത്തും അല്ലെ? DCAയുടെ റിപ്പോർട്ടിന്മേൽ നമ്മൾ ഇൻക്വയറി നടത്തും. ഇപ്പൊ സെക്ഷൻ 65 പറയുന്നുണ്ട്, ദ രജിസ്ട്രാർ മേ ഓൺ ഹിസ് ഓൺ മോഷൻ. രജിസ്ട്രാർ സ്വമേധയാലോ അല്ലെങ്കിൽ പറയുന്നുണ്ട് എന്താണ് സെക്ഷൻ 65 സബ്സെക്ഷൻ 2 ക്ലോസ് സിയിൽ പറയുന്നുണ്ട് ഓൺ എ റിപ്പോർട്ട് ഓഫ് ദ DCAയുടെ റിപ്പോർട്ടിന്മേൽ എന്ത് നടത്താം? നമുക്ക് ഇൻക്വയറി നടത്താം. അടുത്ത പറഞ്ഞിട്ട് ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ ദ മജോറിറ്റി ഓഫ് കമ്മിറ്റി മെമ്പേഴ്സ്. കമ്മിറ്റി മെമ്പേഴ്സിലെ ഭൂരിപക്ഷം ആൾക്കാരും നമ്മുടെ രജിസ്ട്രാറിന് മുൻപാകെ ഒരു അപേക്ഷ സമർപ്പിക്കണം, സാറേ സംഘത്തിൽ ഒരു ഇൻക്വയറി നടത്തണം. ഇൻക്വയറി നടത്തും. അടുത്ത പറയുന്നുണ്ട് റിപ്പോർട്ട് ഓഫ് ദി വിജിലൻസ് ഓഫീസർ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 68. വകുപ്പ് 68A പ്രകാരം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വിജിലൻസ് ഓഫീസറിന്റെ റിപ്പോർട്ടിന്മേൽ സംഘത്തിൽ ഇൻക്വയറി നടത്തുവോ? ഇൻക്വയറി നടത്തില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറഞ്ഞിട്ടുണ്ട് an application made by financing bank. ഒരു സംഘത്തിന്റെ ധനസഹായ ബാങ്കിന്റെ അപേക്ഷയിന്മേൽ നമ്മൾ എന്ത് നടത്തും? ഇൻക്വയറി നടത്തും. അപ്പൊ ഇൻക്വയറി നടത്താത്തത് ആരുടെ റിപ്പോർട്ടിന്മേലാണ്? റിപ്പോർട്ട് ഓഫ് ദി വിജിലൻസ് ഓഫീസർ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 68A ഓഫ് ദി KCS ആക്ട് 1916. മനസ്സിലാക്കണം കേട്ടോ. വിജിലൻസ് ഓഫീസറിന്റെ റിപ്പോർട്ടിന്മേൽ ഒരു കാരണവശാലും ഇൻക്വയറി നടത്തില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു ഇൻക്വയറിയുടെ കാലാവധി അത് പഠിക്കണം അല്ലെ? ഇൻക്വയറി എത്ര നാൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്? 65 സെക്ഷൻ 65 സബ്സെക്ഷൻ 5 പറയുന്നുണ്ട്, ദ ഇൻക്വയറി മെയ്ഡ് അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി കംപ്ലീറ്റഡ് വിതിൻ എ പീരീഡ് ഓഫ് എത്രയാണ്? വിതിൻ എ പീരീഡ് ഓഫ് 4 months കേട്ടോ. 4 മാസത്തിനാവാട്ട് ഇൻക്വയറി കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ പറയുന്നുണ്ട് വിച്ച് പീരീഡ് മേ അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ. രജിസ്ട്രാറിന്റെ ഡിസ്ക്രിപ്ഷൻ പവർ ഉപയോഗിച്ചുകൊണ്ട് കാര്യകാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഈ കാലാവധി നമുക്ക് സമയാസമയം മാറ്റി കൊടുക്കാം, അതായത് കൂട്ടി നൽകാമെന്ന് ഓർത്ത് വെച്ചേക്കും അല്ലെ? മേ ബി എക്സ്റ്റെൻഡ് ഫ്രം ടൈം ടു ടൈം ഹൗവർ ദാറ്റ് ദ അഗ്രിഗേറ്റ് പീരീഡ് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ടോട്ടലായിട്ട് പറയുന്നുണ്ട് നോട്ട് എക്സീഡ് ഇൻ എനി കേസ് എത്രയാണ്? 1 year. 1 വർഷത്തിൽ കൂടാൻ പാടില്ല കേട്ടോ. 1 വർഷത്തിൽ അഗ്രിഗേറ്റ് ആയിട്ട് 1 വർഷത്തിൽ കൂടാൻ പാടില്ല. സാധാരണയായിട്ട് 4 മാസത്തിനകമായിട്ട് ഇൻക്വയറി കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ 1 year എന്താണ് പറയുക? കാര്യകാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കാലാവധി കൂട്ടി കൊടുക്കാം. പക്ഷെ അങ്ങനെ കാലാവധി കൂട്ടി കൊടുത്തെങ്കിൽ ഓർത്ത് വെച്ചേക്കുക, ടോട്ടലായിട്ട് 1 year കൂടാൻ പാടില്ല. ഓക്കെ, നോട്ട് എക്സീഡ് ഇൻ എനി വേ 1 year. 1 വർഷത്തിൽ കൂടാൻ പാടില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഇലക്ഷൻ ഫീസ് to be remitted by സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. എന്താണ് പറയുക? സർക്കിൾ സഹകരണ യൂണിയൻ എന്താണ്? അവരുടെ കമ്മിറ്റിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എത്ര രൂപ ഫീസ് അടയ്ക്കണം? The election fees to be remitted by സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഫോർ ദ എലക്ഷൻ ഓഫ് ദ കമ്മിറ്റി മെമ്പേഴ്സ്. കമ്മിറ്റി മെമ്പേഴ്സിന്റെ ഇലക്ഷന് വേണ്ടി നമ്മുടെ സർക്കിൾ സഹകരണ യൂണിയൻ എത്ര രൂപ ഇലക്ഷൻ ഫീസ് അടയ്ക്കണം, റെമിറ്റ് ചെയ്യണമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറയുന്നു 5000 രൂപ, ഓപ്ഷൻ ബിയിൽ പറയുന്നു 3000 രൂപ, ഓപ്ഷൻ സിയിൽ പറയുന്നു 1500 രൂപ, ഓപ്ഷൻ ഡി പറയുന്നു ഫീസ് ഒന്നും അടയ്ക്കണ്ട. എത്രയാണ് ഇവിടെ ആൻസർ വരുന്നത്?
ഇത് പ്രതിപാദിക്കുന്നത് റൂള് 35E കേട്ടോ. റൂള് 35E. റൂള് 35E. എന്താണ്? പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഓഫ് ഫീ. പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഓഫ് ഫീ. പേയ്മെന്റ് ഓഫ് ഫീ. ഫീ അടയ്ക്കേണ്ട പ്രൊസീജിയർ അല്ലേ, പേയ്മെന്റ്. അപ്പൊ അവിടെ പറയുന്നുണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാനേജിംഗ് കമ്മിറ്റിയുടെ ആയിക്കോട്ടെ, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ ആയിക്കോട്ടെ, വ്യത്യസ്തമായിട്ട് അടയ്ക്കണം. നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. ഇവിടെ ഓർക്കാം, നമുക്ക് നോക്കേണ്ട കാര്യം ഇതാണ്. അപ്പെക്സ് സംഘമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോ ആണെങ്കിൽ, അപ്പെക്സ് സൊസൈറ്റി ഓർ SSCU, അപ്പെക്സ് സംഘമോ അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ യൂണിയനോ ആണെങ്കിൽ അവിടെ ഇലക്ഷൻ ഫീ ആയിട്ട് 7,500 അടയ്ക്കണം. 7,500 രൂപ അടയ്ക്കണം. ഇനി സെൻട്രൽ ആൻഡ് ഫെഡറൽ സംഘമാണെങ്കിൽ അല്ലെ, സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റി, സെൻട്രൽ ആൻഡ് ഫെഡറൽ സംഘമാണെങ്കിൽ 4,500, 4,500 രൂപ അടയ്ക്കണം. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. അപ്പെക്സ് സൊസൈറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോ ആണെങ്കിൽ 7,500. ഇനി സെൻട്രൽ ആൻഡ് ഫെഡറൽ സംഘമാണെങ്കിൽ 4,500. ഇനി ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റി ഓർത്ത് വെച്ചേക്കുക. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റി. ക്രെഡിറ്റ് സംഘവും ഹൗസിംഗ് സംഘങ്ങളൊക്കെ എത്രയാണെങ്കിൽ എത്ര രൂപ അടയ്ക്കണം? 3,000 രൂപ. ക്രെഡിറ്റ് സംഘവും അതുപോലെ തന്നെ ഹൗസിംഗ് സംഘവും ആണെങ്കിൽ 3,000 രൂപ. ഇനിയും പറയുന്നുണ്ട് ഇവയിലൊന്നും പെടാത്ത മറ്റ് സംഘങ്ങൾ അല്ലെ, അതർ സൊസൈറ്റീസ് ആൻഡ് CCU. ഇവയിലൊന്നും പെടാത്ത മറ്റ് സംഘങ്ങളാണെങ്കിൽ പറയുന്നുണ്ട് 1,500 കേട്ടോ, 1,500 രൂപ അടയ്ക്കണം. ഇപ്പോൾ ആൻസർ ഇതിലൂടെ ആൻസർ 1,500 രൂപ. ഇവിടെ ഈ തവണ നമ്മളോട് ചോദിച്ചത് CCUന്റെ ആണ്. ഇനി ചിലപ്പോൾ അടുത്ത തവണ നമ്മളോട് SSCU അല്ലെങ്കിൽ അപ്പെക്സ് സംഘവും ഒക്കെ ചോദിക്കാം. അപ്പൊ അപ്പെക്സും SSCU ആണെന്നോട് പറയാം. അപ്പെക്സും SSCU ആണെങ്കിൽ 7,500, 7,500. സെൻട്രൽ ആൻഡ് ഫെഡറൽ ആണെങ്കിൽ 4,500. ക്രെഡിറ്റ് സംഘവും ഹൗസിംഗ് സംഘവും ആണെങ്കിൽ 3,000 രൂപ. മറ്റ് സംഘങ്ങളും CCU ആണെങ്കിൽ 1,500 രൂപ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ. റൂൾ 50A ഓഫ് ദി KCS റൂൾസ്. KCS റൂൾസിലെ റൂള് 50A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ എയിൽ പറയുന്നു ഹാൻഡിങ് ഓവർ ചാർജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെയോ അഭാവത്തില് ചാർജ് കൈമാറുന്ന കാര്യം. ഓപ്ഷൻ ബിയിൽ പറഞ്ഞു ട്രെയിനിങ് പ്രോഗ്രാം, പരിശീലന പരിപാടികൾ, ട്രെയിനിങ് പ്രോഗ്രാം. ഓപ്ഷൻ സിയിൽ പറയുന്നത് വാലുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാലുവേഷൻ. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് പ്രൊസീജിയർ ഫോർ റെക്കോർഡിംഗ് ദ മിനിറ്റ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. സഹകരണ സംഘത്തിന്റെ മിനിറ്റ്സ് റെക്കോർഡിംഗുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ പറയാൻ കാരണം അമെന്റ്മെന്റിൽ കൂടി ഇവർ കൂടുതലും ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കും? കൂടുതൽ ഇവർ കുറെ അമെന്റ്മെന്റ് ക്വസ്റ്റ്യൻസുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ, ശരിയല്ലേ? അമെന്റ്മെന്റ്സിന്റെ ക്വസ്റ്റ്യൻസുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. കാണാതെ പഠിച്ചിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അങ്ങോട്ട് ചില കുട്ടികൾ കാണാതെ പഠിക്കുന്ന കാര്യമില്ല, ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയാൽ മതി. അപ്പം റൂള് 50 എന്തിനെ കുറിച്ച് പറയുന്നത്? ഓർത്ത് വെച്ചിട്ട് ട്രെയിനിങ് പ്രോഗ്രാം, അങ്ങോട്ടോ പരിശീലന പരിപാടികൾ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ എന്തൊക്കെയാണ് ട്രെയിനിങ് പ്രോഗ്രാം പറയുന്നുണ്ട് എവറി എലക്ടഡ് ആൻഡ് കോപ്റ്റഡ് മെമ്പേഴ്സ് ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ അറ്റൻഡ് ദ ട്രെയിനിങ് പ്രോഗ്രാം. അതായത് ഒരു സഹകരണ സംഘത്തില് ഇലക്ഷനായി കൂടെ വന്ന, അതായത് തെരഞ്ഞെടുപ്പിൽ കൂടെ വന്നിട്ടുള്ള മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സും പിന്നെ കോപ്റ്റഡ് മെമ്പേഴ്സും ഉണ്ടല്ലോ, കോപ്റ്റഡ് മെമ്പേഴ്സും എന്ത് അവർ അറ്റൻഡ് ചെയ്യണമെന്ന് പറയുക, ഷാൾ അറ്റൻഡ് ട്രെയിനിങ് പ്രോഗ്രാം. ഇപ്പൊ മാനേജിംഗ് കമ്മിറ്റിക്കാർ ഇലക്ഷനിലൂടെ വന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ കോപ്റ്റ് ചെയ്ത് വന്നവരായിക്കോട്ടെ, ഇവരെന്ത് ചെയ്യണം? ഇവർ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പൊ ആരൊക്കെയാണ് ഇവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് നോക്കാം. ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ടഡ് ബൈ ദി അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കൺസേൺ. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ഇങ്ങനെ എഴുതി പോകാം കേട്ടോ. പുറത്ത് നോക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ പറയുന്നുണ്ടോ എന്താണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോ അല്ലെങ്കിൽ എന്താണ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ, അഗ്രികൾച്ചർ ക്രെഡിറ്റ് എന്താ പറയുക, സോറി, അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് അക്സ്തി എന്ന് പറയും അല്ലെ, അക്സ്തിയോ ഓർ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, ICM.
അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോ അല്ലെങ്കിൽ അക്സ്റ്റിയോ അല്ലെങ്കിൽ എന്താ പറയുക ICMO കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് ഇവരെന്ത് ചെയ്തിരിക്കണം, അറ്റൻഡ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞു, എലക്ട് ചെയ്ത് വന്നിട്ടുള്ള മാനേജിംഗ് കമ്മിറ്റിക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് കോപ്റ്റഡ് കൂടെ വന്നിട്ടുള്ളവരായിക്കോട്ടെ, മാനേജിംഗ് കമ്മിറ്റിക്കാരെല്ലാവരും ഇത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. എന്നാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ എലക്ട് ചെയ്ത് വന്നവരാണെങ്കിൽ എലക്ട് ചെയ്ത് വന്ന 1 വർഷത്തിനകം, അതുപോലെ തന്നെ എന്താണ് പറയുക, കോപ്റ്റ് ചെയ്തവരാണെങ്കിൽ കോപ്റ്റ് ചെയ്ത് വന്ന 1 വർഷത്തിനകം. ഇവരെന്നാണോ ആ ചാർജ് എടുക്കുന്നത് അല്ലെങ്കിൽ എന്നാണോ ഇവർ അതിലേക്ക് വരുന്നത്, മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ആകുന്നത്, അന്ന് മുതൽ 1 വർഷത്തിനകമായിട്ട് ഇവർ ട്രെയിനിങ് പൂർത്തിയാക്കിയിരിക്കണം. അമെന്റ്മെന്റിൽ കൂടെ വന്നതാണ്. കാരണം മാനേജിംഗ് കമ്മിറ്റിക്കാർക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കണമല്ലോ അല്ലേ, മാനേജിംഗ് കമ്മിറ്റിക്കാർക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കണം. അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, സംഘത്തിന്റെ സെക്രട്ടറി അല്ലേ. ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? സെക്രട്ടറി ആണ്. പറയാണ്, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ടു പ്രിപ്പയർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിതിൻ ഡാഷ് ഫ്രം ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആൻഡ് സബ്മിറ്റ് ബിഫോർ ദ മാനേജിംഗ് കമ്മിറ്റി and the managing committee has to submit it to the auditors within dash from the date of receipt of the same. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 ആൻസർ വരുന്ന രീതിയിൽ എനിക്ക് ഇവിടെ വരണം. ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസുകൾ കണ്ടു. നമുക്ക് ഇതിനെക്കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള അറിവുണ്ടെങ്കിൽ മാത്രമല്ലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇത് സംഘത്തിന്റെ ഓഡിറ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. സംഘത്തിന്റെ ഓഡിറ്റുമായി ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 64 പറഞ്ഞ പ്രൊസീജിയർ അല്ലേ. അതായത് ഓഡിറ്റിന്റെ ഒരു നടപടിക്രമം, പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് സാമ്പത്തിക വർഷം അവസാനിക്കുന്നു. ഇപ്പൊ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നു. അപ്പൊ സാമ്പത്തിക വർഷം അവസാനിച്ച് എത്ര നാളുകൾക്കുള്ളിലാണ് ഓഡിറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെന്റുകളും സംഘത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്? അതാണ് ഒന്നാമത്തെ പാർട്ട് അല്ലേ. എന്നാണ് ആ സാമ്പത്തിക വർഷം അവസാനിച്ച്, പുറത്ത് നോക്കിയേ, 1 മാസത്തിനകം കേട്ടോ. സാമ്പത്തിക വർഷം അവസാനിച്ച് 1 മാസത്തിനകമായിട്ട് സംഘത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഡിറ്റിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും മറ്റ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെന്റുകളും പ്രിപ്പയർ ചെയ്യണം. 1 മാസം അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് സാമ്പത്തിക വർഷം അവസാനിച്ച് 1 മാസത്തിനകമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇത് ആരുടെ മുൻപാകെ നൽകണം? സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ നൽകണം അല്ലെ. മാനേജിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ നൽകണം. ഇത് 1 മന്ത് ആണ്. ഓക്കെ, മാനേജിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ നൽകണം. മാനേജിംഗ് കമ്മിറ്റി ഇതിന്റെ ആക്യുറസി ചെക്ക് ചെയ്യണം. അതായത് എല്ലാം കറക്റ്റ് അല്ലേ, കൃത്യത, ആക്യുറേറ്റ് ആണോ അല്ലെ, അതിന്റെ കൃത്യത പരിശോധിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഓഡിറ്റേഴ്സിന് കൈമാറണം. നിങ്ങൾ ഓഡിറ്റ് ചെയ്തോളൂ എന്നും പറഞ്ഞ് കൈമാറണം. അപ്പം ഓർത്ത് വെക്കുക, 1 മാസത്തിനകമായിട്ട് സംഘത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഇത് സെറ്റ് ചെയ്തിട്ട് മാനേജിംഗ് കമ്മിറ്റിക്ക് കൊടുക്കണം. മാനേജിംഗ് കമ്മിറ്റിയുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസമായിട്ട് മാനേജിംഗ് കമ്മിറ്റി ഇതിന്റെ കൃത്യത പരിശോധിച്ച് ഓഡിറ്റർക്ക് നൽകണം? അതാണ് ചോദ്യം. സെക്കൻഡ് പാർട്ട് എത്ര ദിവസത്തിനകമായിട്ടാണ്? ഓർത്ത് വെച്ചേക്ക, 15 ദിവസത്തിനകമായിട്ട് കേട്ടോ. 15 ദിവസത്തിനകമായിട്ട്. നേരത്തെ എത്രയാണ്? 1 മന്ത് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ എന്താണ് അമെന്റ്മെന്റിൽ കൂടെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 1 മാസത്തിനകമായിട്ട് സംഘത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കണം? മാനേജിംഗ് കമ്മിറ്റിക്ക് കൊടുക്കണം. മാനേജിംഗ് കമ്മിറ്റി ഇത് വളരെ വിശദമായിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ കൃത്യത പരിശോധിച്ച്, ഒത്തിരി സമയമൊന്നുമില്ല, വെറും 15 ദിവസം മാനേജിംഗ് കമ്മിറ്റിയുടെ കൈ കിട്ടിയാൽ 15 ദിവസത്തിനകമായിട്ട് ഇതിന്റെ ആക്യുറസി, കൃത്യത ചെക്ക് ചെയ്തിട്ട് ആർക്ക് സമർപ്പിക്കണം? ഓഡിറ്റേഴ്സിന് കൊടുക്കണം കേട്ടോ. ഓഡിറ്റേഴ്സ് എത്ര നാൾ കൊണ്ട് ഓഡിറ്റ് ചെയ്യണം? ഓഡിറ്റേഴ്സ് 90 ദിവസം കൊണ്ട് ഓഡിറ്റേഴ്സ് ഓഡിറ്റിങ് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് DCAക്ക് കൊടുക്കണം. അങ്ങനെ DCAയുടെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി 45 ദിവസത്തിനകമായിട്ട് DCA എന്ത് ചെയ്യണം? തനത് സംഘത്തിന് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് വിത്ത് എ കോപ്പി ഓഫ് ഓഡിറ്റ് മെമ്മോറാണ്ടം, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആർക്ക് നൽകണോടെ? സംഘത്തിന് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, ഇത് ക്രമമായിട്ട് പഠിക്കണം. പ്രൊസീജിയർ ഫോർ ഓഡിറ്റ് ആണ്, അതിന്റെ ആ ഒരു നടപടിക്രമമാണ്. ഓക്കെ, അത് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്കത് വളരെ വിശദമായിട്ട് ഓഡിറ്റിൽ പഠിക്കാം കേട്ടോ. ഓഡിറ്റിൽ വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നല്ല ക്വസ്റ്റ്യൻസുകളായിരുന്നു. ഇതൊക്കെ സിമ്പിൾ ആയിരുന്നു അല്ലേ, വലിയ ബുദ്ധിമുട്ട് ഏറിയ ക്വസ്റ്റ്യൻസുകളൊന്നും നമുക്ക് ഇവിടെ ചോദിച്ചിട്ടില്ല. ഓക്കെ, ഈ ഒരു പാർട്ടിന് വലിയ ബുദ്ധിമുട്ടേറിയ ക്വസ്റ്റ്യൻസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല അല്ലെ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് വളരെ സിമ്പിൾ അല്ലായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് വേണമെങ്കിൽ എന്താണ് ഓഡിറ്റർ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ദിവസത്തിനകമായിട്ട് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കാം. വിശദമായിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ഏരിയ നമ്മൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. നമുക്കത് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ.
ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നു, നമ്മുടെ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്, I+ന്റെ കോഴ്സ്. വളരെ വളരെ ചെറിയൊരു ഫീസ്. ഓക്കെ, അതായത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ഒക്കെ വളരെ എന്താ പറയുക ചെറിയ ഒരു ഫീസിലായിരിക്കും നിങ്ങൾക്ക് ലാഭകരമായിട്ട്, ചെറിയൊരു ഫീസിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, അതിൻ്റെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, മോക്ക് എക്സാംസുകളുണ്ട്. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവറപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.